ഹലോ ഗായ്സ്, കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. സോ ഇനി ഞാൻ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ എൻ്റെ ഒരു ലോങ് 15 hour ഡേ അണ്ടർ 20 minutesലാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സോ കീപ് വാച്ചിങ് ഗായ്സ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു ഞാൻ. പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല, നമ്മളൊന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവാം. സോ വീട്ടിൽ തന്നെയുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ ആ ഉറക്കപ്പിച്ചിലൊക്കെ മാറി വരണേള്ളൂ കേട്ടോ. അപ്പം അന്നേരം നമുക്ക് കുറേ കൂടുതൽ വിശേഷങ്ങൾ പറയാം. വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം ഫസ്റ്റ് വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മൺഡേ ആണ്. ഇപ്പം എനിക്ക് കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രഷ് ചെയ്യാം ആദ്യമേ പോയിട്ട്. നമ്മുടെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഹറിബറിയൊന്നും ഇല്ലാത്തൊരു നോർമൽ ഡേ ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ഇപ്പം മുഖം കഴുകി വന്ന് കുറച്ച് നേരം കഴിയുമ്പം തന്നെ ഇങ്ങനെ ഡ്രൈ ആകും. അപ്പോൾ അതിന് മുന്നേ തന്നെ വേഗം സ്കിൻ കെയർ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. അതിപ്പോൾ സമ്മറായാലും വിൻ്ററായാലും എനിക്ക് അങ്ങനെ തന്നെയാണ്. വിൻ്ററിൽ കുറച്ച് കൂടുതൽ ഡ്രൈ ആകും, സമ്മറിലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്കത് വേഗം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അടുത്തടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. സോ നമ്മുടെ സ്കിന്നിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടണം. രാത്രി ഞാൻ എപ്പോഴും ഇവിടെ മുകളിലായിട്ട് മുടി കെട്ടും കേട്ടോ. അത് കുറേ കുഞ്ഞിലേ തൊട്ടേ തുടങ്ങിയൊരു ശീലമാണ് എനിക്ക്. ഞാൻ കൂടുതലും നിവർന്ന കിടക്കുക. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ മുടി ഉണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇവിടെ കെട്ടി തുടങ്ങിയത്. പിന്നെ അതങ്ങനെ ശീലമായി എനിക്ക്. അതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഉറങ്ങാൻ നേരത്ത്. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഇതാ ഇതിൻ്റെ കേസ് ഞാൻ ട്രെയിനിൽ മറന്നു വെച്ചു. വീട്ടിൽ വന്ന് ഞാൻ ഇത് ഊരിയിട്ട് കേസിൽ വെക്കാൻ നോക്കിയപ്പോൾ കേസ് കാണാനില്ല. അങ്ങനെ എൻ്റെ ഏതോ ഒരു മനുഷ്യർ കേസ് കിട്ടും എൻ്റെ കയ്യിലിത്. അങ്ങനെ എൻ്റെ ഹെഡ്ഫോൺ പോയി. എനിക്ക് സങ്കടമായി. ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് വാങ്ങിയതാണ്. വയറത്ത് കൊള്ള ടൈമിൽ വാങ്ങിയതാണ് ഞാൻ. ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഈ ഹെഡ്ഫോൺസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും നമ്മൾ പെട്ടെന്നൊക്കെ വെറുതെ വെളിയിൽ പോകുമ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ ഫോൺ ചാർജിലിട്ടേക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ചാർജിങ്ങും കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്മൂത്തി അടിക്കാൻ പോയപ്പോൾ തന്നെ ഫോൺ ചാർജിലിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ അവിടെ ഇട്ടിരുന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇത്ര നേരം കുറച്ച് നേരം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം സ്മൂത്തി കുടിക്കാം. ഞാൻ കുറച്ചധികം നാളായിട്ട് സ്മൂത്തി തന്നെയാണ് കുടിക്കാറുള്ളത്. ഞാൻ ഡയറ്റിന് ഇങ്ങനെ കുറച്ചൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ചായി ജിമ്മിന് പോകുന്നു. പക്ഷെ വലിയൊരു ബ്രേക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 months ആയിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല. 2 months അല്ല, 2.5 months ആയിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് തൊട്ടാണ് നമ്മൾ പിന്നെയും അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും. ഞാൻ സ്മൂത്തി കുടിക്കട്ടെ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ കാലത്തെ ആദ്യത്തെ പണി ഇതാണ് ഡെയിലി പ്ലാനർ.
വർക്കുള്ള ദിവസം അങ്ങനെ ചെയ്യാറില്ല, കാരണം മോർണിംഗ് വാക്കിന് പോയി കഴിഞ്ഞാൽ നൈറ്റ് ആവും വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാറില്ല. ഫുഡ് കഴിക്കുക, ഫ്രഷ് ആവുക, കിടക്കുക, ഇത്രയൊക്കെ തന്നെ നടക്കാറുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ അവധി ദിവസം വരുമ്പോഴത്തേക്കും ആകെ കൺഫ്യൂഷനായിരിക്കും, കുറേ ടാസ്കുകൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ദിവസം എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത് ഞാൻ തന്നെ ലാസ്റ്റ് മറന്നു പോകും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ പ്ലാനർ വാങ്ങിയത് കേട്ടോ. നിങ്ങൾ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ അടിപൊളി സാധനമാണ് കേട്ടോ. അത് സൂപ്പറാണ്. നമ്മൾ കുറച്ച് ലേസി ആണെങ്കിലും ഈ ഒരു സംഭവം അടിപൊളിയാണ്. കാരണം നമ്മൾ എഴുതി വെച്ചിട്ട് രാത്രിയാകുമ്പോൾ നമുക്ക് കുറ്റബോധം വരുമല്ലോ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ. അപ്പം നമ്മൾ ആ ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് ലേസിനെസ്സൊക്കെ മാറ്റി വെച്ച് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണത് ഉണ്ടാവുക, ഇങ്ങനത്തെ ഒരിതാണ്. സോ ഇവിടെ നോട്ട്സൊക്കെ എഴുതാനായിട്ട് പറ്റും. ഞാൻ നോട്ട്സിൻ്റെ രാത്രിയാണ് എഴുതുക. നമ്മളൊരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നോട്ട്സ് എഴുതും. പിന്നെ ഇവിടെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. ഞാൻ ഇന്നത്തെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ മെയിൽസ് ചെക്ക് ചെയ്യാം. ഞാൻ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്മൂത്തിയും കുടിച്ചിട്ട് ഇനി നമുക്ക് കാണാം. എൻ്റെ മെയിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പിലുള്ള വർക്ക്സാണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ ഫോണ് ലാപ്ടോപ്പ് യൂസ് ഭയങ്കര കൂടുതലാട്ടോ. സോ ഞാൻ മറ്റേ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഗ്ലാസ്സിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫോൺ കുറച്ച് നേരം കൂടെ ചാർജ് ആവട്ടെ. ഞാൻ അപ്പോഴേക്കും എനിക്കൊരു പ്രൊജക്റ്റിൻ്റെ കുറച്ച് സംഭവം കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ സമയം ഇപ്പം 12:15. കുറേ നേരം ഞാൻ ഫോൺ കുത്തിയിരിക്കുക ചെയ്തത് കേട്ടോ. ഒന്നും ചെയ്തില്ല. എൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതിന് അത്ര സമയമൊന്നും വേണ്ടായിരുന്നു. ഇപ്പം ഉച്ചയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ മോർണിംഗ് ടൈം കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണം. ലഞ്ച് ഉണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിലാക്സിങ് ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണിച്ചു തരാം എന്താ സാധനം എന്നുള്ളത്. ഇതിങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ മെഗ്ഡിയിൽ നിന്ന് കിട്ടിയ, ഞാൻ മെഗ്ഡിയിലാണല്ലോ പാർട്ട് ടൈം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ക്രൂവിന് എല്ലാവർക്കും ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് ഗിഫ്റ്റ് കാർഡ് പോലെ. ഇത് 20 യൂറോസിൻ്റെ 2 കാർഡാണ്. 40 യൂറോസ് ഉണ്ട് ഇതിപ്പം രണ്ടും കൂടെ ചേർത്തിട്ട്. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക ഈ കാർഡ്. സോ ഇത് നമുക്ക് 500+ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാം കേട്ടോ. അത് 20 യൂറോസിൻ്റെയാണ് ഒരു കാർഡ്. അങ്ങനത്തെ 2 ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ റിഡീം ചെയ്തെടുത്തിട്ടില്ല. സോ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വാച്ച് വാങ്ങാമെന്നായിരുന്നു. കാസിയോൻ്റെ മറ്റേ ഗോൾഡൻ കളറിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് വെച്ച സാധനമാണ്. സോ അത് വാങ്ങണം എന്ന് വിചാരിച്ച് ആണ് ഞാൻ ഈ കാർഡ് വെച്ചത്. പക്ഷേ അന്നേരം ആണ് എൻ്റെ സിസ്റ്റർ കഴിഞ്ഞു പോയ ബർത്ത്ഡേക്ക് കാസിയോൻ്റെ വാച്ച് വാങ്ങി തന്നത്. അപ്പോൾ അത് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. സോ അത് വാങ്ങി തന്നതുകൊണ്ട് ഞാൻ ഈ കാർഡ് വെച്ച് വാങ്ങാൻ വെച്ച ആ ഒരു പ്ലാൻ തന്നെ പോയി. പിന്നെ എനിക്ക് ആ കൺഫ്യൂഷനായി. ഞാൻ പേഴ്സണലി ഒരു ഇമ്പൾസീവ് ബയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങില്ല. ഞാൻ എന്ത് സാധനം വാങ്ങിയാലും കുറേ ആലോചിക്കും. അത് എന്തുകൊണ്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ ശീലിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത്രയൊക്കെ ആലോചിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് പേഴ്സണലി ബെനിഫിറ്റായി. സോ എപ്പോൾ വരും ഇത് ഓർഡർ ചെയ്തതിനാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആദ്യം ഇത് കുറച്ച് ടാസ്ക് ഉണ്ട്. ഇതിലിങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. നമ്മൾ ഈ കാർഡിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇതിനെ നമ്മൾ റിഡീം ചെയ്തെടുക്കണം. എന്നിട്ട് ആ കോഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത് കുറച്ച് പണിയുണ്ട്. ഞാൻ അതൊക്കെ ചെയ്യട്ടെ. കുറേ നേരം കഥ പറഞ്ഞിരുന്നു, അതാണ് പ്രശ്നം. ഞാൻ കഥ പറയൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ഓർഡർ ചെയ്യട്ടെ. ഓക്കെ, എൻ്റെ കുറേ സമയം അത് നോക്കിയിരുന്ന് പോയിട്ടോ. കാരണം ഹോളി ലാൻഡിൻ്റെ സൈറ്റിൽ നിന്ന് അതിനെ റിഡീം ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ഈ ആ കാർഡിൻ്റെ സൈറ്റിൽ പോയി ഷോപ്പ് സെലക്ട് ചെയ്ത് റിഡീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിൽ ഹോളി ലാൻഡ് അവരുടെ പാർട്ട്ണർഷിപ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ഓർത്തു. അപ്പം ആമസോണിൽ അതിന് 130 യൂറോസാണ് വരുന്നത്. ഹോളി ലാൻഡിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടാക്സ് ഒക്കെ വന്നിട്ട് 125 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. സോ ആമസോണിൽ 130 യൂറോസാണ്. അപ്പം നമ്മുടെ കാർഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 90 യൂറോസിന് നമുക്ക് സാധനം കിട്ടും. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം റിഡീം ചെയ്തിട്ടുണ്ട്. ഇനി അവർ ആ റിഡീം ചെയ്ത കോഡ് നമുക്ക് മെയിലിൽ അയച്ചു തരണം. സോ നമുക്ക് ലഞ്ച് കഴിക്കാം. കാരണം ഈവനിങ് ജിമ്മിന് പോകണം. അപ്പോൾ അതിന് കുറച്ച് നേരം മുന്നേ തന്നെ നമ്മൾ ലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പ്രീ വർക്കൗട്ടൊക്കെ എടുത്തിട്ട് വേണം പോകാൻ.
അപ്പോൾ ഇതിനൊക്കെ സമയം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫുഡ് കഴിക്കണം. ഇപ്പം തന്നെ ഡിലേ ആയി, സമയം 2 മണി ആവാറായി കേട്ടോ. ഭയങ്കര ഡിലേ ആയി, വിശക്കുന്നുണ്ട് നല്ലോണം. സോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ചോറ്, പിന്നെ മുട്ട ഞാൻ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ചിക്കി എടുക്കാമെന്നാണ് പറയാം കേട്ടോ, മുട്ട ചിക്കി ചെയ്തെന്ന് പറയും. പിന്നെ ബീഫ് ഞാൻ ഓൾറെഡി വെച്ചതുണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു കണ്ണിമാങ്ങയും. അച്ചാർ എൻ്റെ വീക്ക്നെസ് ആണ് കേട്ടോ, പക്ഷേ ഇച്ചിരിയെങ്കിലും എനിക്ക് വേണം. ചോറാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയെങ്കിലും അച്ചാറുണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെ അപ്പോൾ എപ്പോഴും ഒരു അച്ചാർ എൻ്റെ വീട്ടിൽ ഉണ്ടാവും. പിന്നെ സാധാരണ നമ്മൾ ചിക്കനാണ് നമുക്ക് കഴിക്കേണ്ടത് ഡയറ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ പിന്നെയും റീസ്റ്റാർട്ടൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിങ്ങനെ പോയിട്ട് എനിക്കിനി ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. അപ്പോൾ നാളത്തേക്കുള്ളതൊക്കെ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കണം, ചിക്കനും കാര്യങ്ങളൊക്കെ. എന്നാലാണ് ഞാൻ പ്രോപ്പറായിട്ട് കഴിക്കുള്ളൂ. കുറച്ച് പാടാണ് കേട്ടോ, തുടക്കം കുറച്ച് പാടായിരിക്കും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതാണ് ഞാൻ 2 മുട്ട പൊരിച്ചെടുത്തത് പ്രോട്ടീനിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അധികം എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എണ്ണ പൊതുവേ ഭയങ്കര കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഒരു തുള്ളിയെങ്ങാനും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും വെക്കണം. അത് ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ഈറ്ററാണ്. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ കംപ്ലയിൻറ്റ് ചെയ്യാറുള്ള കാര്യമാണ്, ഞാൻ ഭയങ്കര സ്ലോ ഈറ്ററാണെന്നുള്ളത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എന്താ വേസ്റ്റ് കളയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതെൻ്റെ അപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്, പുറകെ സൈഡിലായിട്ട്. ഇവിടെ ഭയങ്കര അടിപൊളി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ ഭയങ്കര എക്കോണിക്കുന്നു. ഞാൻ റൂമിൽ പോയിട്ട് നോക്കി പറയാം. ഇപ്പം പുറത്ത് നല്ല വെയിലുണ്ട്. കേട്ടൻ ഇട്ടേക്കുന്നതുകൊണ്ടാട്ടോ കാണാത്തത്. ഇപ്പം ഇച്ചിരി ഒന്ന് താന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, വെയിലുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ റൂമിൽ. എൻ്റെ ഫാന്, എനിക്ക് ഫാനില്ല, അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പം. എൻ്റെ റൂമാണെങ്കിൽ കറക്റ്റ് ആ ഒരു വെയിൽ കൊള്ളുന്ന ആ ഒരു സൈഡിലാണ് ഉള്ളത്. ഭയങ്കര ചൂടാതുകൊണ്ട് ഫാനില്ലാണ്ട് എങ്ങനെ ഈ സമ്മർ കടന്നു പോകും എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ നമുക്കിതാ ഇവിടെ ഇങ്ങനെ സീലിംഗ് ഫാനൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ ഒരു സാധനമേ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ടേബിൾ ഫാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഫാനോ അങ്ങനെയൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കണം. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നാൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉഷ്ണമുണ്ട്. അതുകൊണ്ട് കുറച്ച് വെയിൽ താന്നിട്ട് നമുക്ക് ജിമ്മിന് പോകണം. അങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ പണികൾ ചെയ്ത് തീർക്കാണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജിമ്മിന് പോകണം. 4 മണിയായി, 4:30 നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുവരെ ഞാൻ ബാക്കി വർക്ക്സൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ജിമ്മിന് പോകുമ്പോൾ കാണാം. ഞാൻ കുറച്ചധികം നേരം ഉറങ്ങിപ്പോയി. ഭയങ്കര ഇങ്ങനെ ഉറക്കം അങ്ങനെ വരികയായിരുന്നു. വെയിലും ചൂടൊക്കെ കാരണം ഭയങ്കര ടയേർഡായിട്ട് ഞാൻ കിടന്നുറങ്ങി കുറച്ചധികം നേരം ഉറങ്ങി. പ്രീ വർക്കൗട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ജിമ്മിൽ പോവാം. ഞാൻ പോകുന്നത് ഹാലെ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റുഡൻറ്റ് ജിമ്മിലാണ് കേട്ടോ. ഭയങ്കര കാറ്റ്. സോ ഞാൻ പോയിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പം ഇന്ന് ആദ്യത്തെ ദിവസം പോണേ. അപ്പോൾ അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് വേഗം വരാം. അങ്ങനെ നമ്മുടെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനപ്പം ഫ്രഷായിട്ട് വരാം. തല ഞാൻ നാളെ കുളിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. സോ മേല് കഴുകിയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ കണ്ണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിസ്ലാർ വാട്ടർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതാ യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പോൾ നല്ലോണം കണ്ണെഴുതിയതൊക്കെ പോകും. ഞാൻ കൂടുതലും കണ്ണെഴുതാറുണ്ട്, മടിയുള്ളപ്പോൾ എഴുതില്ല. പിന്നെ ലിപ്സ്റ്റിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെറുതെ നോർമൽ വാട്ടർ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പോകില്ല ഫുള്ളായിട്ട്, കുറച്ച് സ്റ്റെയിൻസ് ഉണ്ടാവും. നമ്മൾ ഇതുപോലത്തെ കോട്ടൺ പാഡ് വാങ്ങിയിട്ട് അതിൽ നമ്മളിത് ഒഴിച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പം അത് കംപ്ലീറ്റ് പോയിക്കോളും.
അപ്പം ഞാനിങ്ങനെ ആക്കിയിട്ടാണ് എപ്പോഴും കുളിക്കുന്നതിന് മുന്നേ അങ്ങനെ ആക്കും. കണ്ണെഴുതിയത് ഫുള്ളും ഇതിലാവുന്നുണ്ട്. മോർണിംഗ് നമ്മൾ സ്കിൻ കെയർ ചെയ്ത പോലെ തന്നെ നൈറ്റാണ് നമ്മൾ മെയിനായിട്ടും കുറച്ചും കൂടെ കൂടുതൽ ചെയ്യേണ്ടത്. കാരണം നൈറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ റിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട സംഭവമാണ് വൈറ്റമിൻ സി. നിയാസിൻമേഡ് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സി രാത്രിയിലേക്ക് മാറ്റി. കുളിക്കാൻ എനിക്ക് കുറച്ച് അധിക സമയം വേണം പൊതുവെ. അതിനേക്കാൾ സമയം വേണം എനിക്ക് കുളിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് സെറ്റാവാൻ കേട്ടോ. കാരണം മുഖത്ത് സ്കിൻ കെയർ ഇടണം. പിന്നെ എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. സോ മേല് ഫുള്ളും ലോഷൻ ഇട്ടാലാണ് എനിക്കൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് കുറേ സമയം അങ്ങനെ പോകും. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചധികം സമയം കുളിക്കുന്നതിനേക്കാളും സമയം എടുക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. നമുക്ക് നാളത്തേക്കുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിഷ്ടമല്ലാത്ത ഒരു സാധനം, പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഴിക്കുകയാണ്. സോ ഞാൻ അതുകൊണ്ട് കറിയൊന്നും നോക്കാറില്ല, ഗ്രില്ല് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ വലിയ പീസായിട്ടുള്ളതും ഇഷ്ടമല്ല, ഞാൻ കുനുകുനാന്നാക്കും കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു തോരനും കൂടെ വെക്കാം, എന്നിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ എന്താ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിട്ടോ. എനിക്ക് അത്ര ചെറുതായാലാണ് ഇഷ്ടമുള്ളൂ. നമുക്കിനി കുറച്ച് പൊടികളിടാം. മസാല ഇല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വേറെ ആൾക്കാരങ്ങനെ കഴിക്കും, പൊടിയൊന്നും ഇല്ലാതെ ജസ്റ്റ് വെള്ളത്തിലും ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് മാത്രമൊക്കെ വേവിക്കും. പക്ഷെ എനിക്കത് പേഴ്സണലി പറ്റില്ല. എനിക്ക് കുറച്ച് എരിവും മസാലയൊക്കെ വേണം. സോ ഞാൻ കുറച്ച് മസാല തേച്ച് വെക്കാം. വേറെ നമ്മളൊന്നും ആടി ഉണ്ടാവില്ല. ഉപ്പിടാം. ഗ്രില്ല് ചെയ്ത് എടുക്കുക ചെയ്യുള്ളൂ കേട്ടോ. ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് എടുക്കുകയുള്ളൂ. സോ ഇപ്പോഴത്തേക്കല്ല, ഇത് നാളത്തേക്ക് നല്ല ഒരു വീക്കിലേക്കുള്ളതാണ്. ഇത് 600 ഗ്രാം ചിക്കൻ ഉണ്ട്. സോ എനിക്ക് ഡെയിലി എൻ്റെ ഡയറ്റ് വെച്ചിട്ട് 100 ഗ്രാം ചിക്കനാണ് വരണത്. സോ അതനുസരിച്ചിട്ട് 6 ദിവസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിലങ്ങാൻ വെച്ചിട്ട് ആവശ്യമുള്ള മാത്രം ഗ്രില്ല് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണ് വിചാരിക്കുന്നത്. സോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ഡിന്നർ. ചോറുണ്ട്, പിന്നെ ഇത് ചീരേൻ്റെ തോരനാണ്, പിന്നെ ബീഫുണ്ട്, മുട്ട. സോ നമുക്ക് ഡിന്നർ കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാം. ഇന്ന് നമ്മുടെ പ്ലാനറിലുള്ള സാധനം നമുക്ക് നോക്കണം. ലാസ്റ്റ് നമ്മൾ മോർണിംഗ് പ്ലാനറിൽ എഴുതിയത് നമുക്കൊന്ന് നോക്കണം, അനലൈസ് ചെയ്യണം. ഞാൻ എനിക്ക് തന്നെ ഫീഡ്ബാക്ക് കൊടുക്കും, നോട്ട് പോലെ എഴുതും ഇന്നെന്താ സംഭവിച്ചത് എന്നുള്ളതും. പിന്നെ നാളത്തേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും എന്തെങ്കിലും എഴുതും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉറങ്ങാൻ സമയമായി ഏകദേശം. എനിക്ക് നല്ലോണം ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് ഓർത്തു. ഇന്ന് ഞാൻ വായിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് 2-ാം മൂഴം കേട്ടോ. ഇത് എൻ്റെ ബുക്കല്ല, ഫ്രണ്ട് തന്നതാണ് വായിക്കാൻ. അപ്പോൾ ഞാൻ പകുതിയായി. കൂടുതൽ ഞാൻ ട്രെയിനിൽ പോകുമ്പോഴാണ് വായിക്കാറ് കേട്ടോ. വർക്കിന് പോകുമ്പം ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് ആൻ അവറിനടുത്ത് ഉണ്ട് ട്രാവൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വായിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത മുന്നേ ആ സമയത്ത് ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഇപ്പം ഇല്ല, ബുക്കുള്ളത് കൊണ്ട് കുറവാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ ചെയ്യാനുണ്ടെങ്കിൽ ഫോൺ നോക്കും. അല്ലാത്ത ദിവസം ബുക്ക് വായിച്ചിട്ടാണ് പോവാറ്. പിന്നെ ഞാനിപ്പോൾ ഒരു 1 ഇയറൊക്കെ ആയിട്ടുള്ളൂ കുറച്ച് ഈ ഒരു റീഡിങ് ഹാബിറ്റ് പ്രോപ്പറായിട്ടൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അതിന് മുന്നേ അത്രയും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വായിക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ കുറേശ്ശെ വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. നല്ല നല്ല ബുക്കുകൾ
വാങ്ങിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം വായിക്കട്ടെ. അപ്പോഴേക്കും ഫോൺ ചാർജിലിട്ടെ. ഫോൺ ഒട്ടും ചാർജില്ല. അപ്പം ലിപ് ബാമൊക്കെ ഇട്ടു. ഫുഡ് കഴിച്ചിട്ട് ഇടാമെന്ന് ഓർത്തു. ഞാൻ എന്താ ഈ ഒരു വാസ്ലിൻ്റെ ലിപ് ബാമാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് കുറച്ച് നേരം നമുക്ക് ബുക്ക് വായിക്കാം. പിന്നെ മുടി നമുക്ക് ഇവിടെ മുകളിൽ കെട്ടണം. അപ്പോൾ അതും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് തന്നെ കിടക്കാൻ നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ കടന്നു പോയത്. നമ്മൾ പ്ലാൻ ചെയ്തതിന് 2 കാര്യങ്ങൾ മാത്രം ചെയ്തില്ല. അത് നമുക്ക് നാളെ ചെയ്യാമെന്നുള്ളൂ, കുഴപ്പമില്ല. അത് വലിയ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും, കുറേ ടാസ്കുകളുണ്ടാവും. നമ്മൾ ഓരോന്നോരോന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു പിന്നെ അടുത്തടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വരും. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഡെയിലി പ്ലാനർ കാര്യങ്ങൾ, കാരണം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മോട്ടിവേഷനോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് കുറേ പേര് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ ചെയ്തിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.